കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ഏരൂർ പഞ്ചായത്തിലെ പഴയേരൂർ സ്നേഹാരം പാതയുടെ ഇരുവശത്തും സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് വരുന്ന റബ്ബർ പുരയിടത്തിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകും വിധം കാട് വളർന്നിറങ്ങിയ വാർത്ത നാട്ടുവാർത്ത റിപ്പോർട്ട് ചെയ്തത്. നാട്ടുകാരുടെ പ്രതിഷേധവും രോക്ഷവും സങ്കടവുമെല്ലാം ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇതോടെ അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഭരണസമിതിയും രംഗത്തെത്തി. വർഷങ്ങളായി ഉടമ തിരിഞ്ഞു നോക്കാതിരുന്ന ഭൂമിയിലെ കാട് തെളിക്കാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകി. ഇതോടെ കാട് വെട്ടിത്തെളിച്ച് നാട്ടുകാരുടെ ഭീതി അകറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണിപ്പോൾ. വലിയ രീതിയിൽ കാട് മൂടിയതിനാൽ മനുഷ്യരെ കൊണ്ട് കാട് തെളിയിക്കുന്നത് അപകടകരമാണെന്ന് മനസ്സിലാക്കിയതോടെ JCB എത്തിച്ച് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും വർഷങ്ങളായി തങ്ങളുടെ പരാതിയിൽ നാട്ടുവാർത്ത റിപ്പോർട്ടിലൂടെ പരിഹരിക്കപ്പെട്ടതിൽ നന്ദി പറയുകയാണ് നാട്ടുകാരും പ്രദേശത്തെ പൊതുപ്രവർത്തകരും. കഴിഞ്ഞ 5 വർഷക്കാലമായി നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു MS എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാടെടുക്കുക. കാട്ടുപന്നി, അതുപോലെ തന്നെ പാമ്പ് അടക്കം നിത്യവും ആളുകൾക്ക് ശല്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുവാർത്ത ഈ വിഷയം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള നിലയിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് ഭരണസമിതിയും ഒക്കെ അക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടു. 5 വർഷത്തെ ആളുകളുടെ ആവശ്യത്തിൻ്റെ ഒരു സാഫല്യമാണ്, സാക്ഷാത്കാരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ 4 ചുറ്റും അവരിപ്പോൾ വൃത്തിയാക്കിയിരിക്കുകയാണ്. പൂർണ്ണമായി ഈ വസ്തുവിനകത്തുള്ള മുഴുവൻ കാടുമെടുത്ത് ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ ഇടപെടൽ. കഴിഞ്ഞ 5 വർഷമായി ആളുകൾ ആവശ്യപ്പെട്ടിട്ട് നടക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് അതിനൊരു തീരുമാനമുണ്ടായി. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. അത് കൃത്യമായും മീഡിയയുടെ ഒരു ഇടപെടലും അവരുടെ ഒരു ഇൻഫ്ലുവൻസും ഒക്കെ അതിനകത്തുണ്ട്. അതൊക്കെ കൃത്യമായി പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആളുകളുടെ ആവശ്യം നിറവേറ്റിയിരിക്കുകയാണ്. എന്നാൽ വസ്തുവിന്റെ അതിർത്തിയിലെ കാട് മാത്രം തെളിക്കാതെ മുഴുവൻ സ്ഥലത്തെയും കാട് നീക്കം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാട്ടുവാർത്ത, ഏരൂർ.